ഇത് എന്റെ കുഞ്ഞു ചീനിച്ചട്ടി. അല്ല അല്ല പാപ്പു മാറും. ചേച്ചിമാരെ ഒരു സൂത്രം കാണിക്കട്ടെ. പാപ്പു മാറും. ഇത് എന്റെ പപ്പടം കാച്ചുന്ന കുഞ്ഞു ചീനിച്ചട്ടി. ഇതിന് കുഴയുണ്ട് കേട്ടോ. പക്ഷെ 5 വർഷമായി ഇത് മേടിച്ചിട്ട്. ഇത് നടുക്കത്തെ ചീനിച്ചട്ടി, നടുക്കത്തെ ചെറിയ തോരനൊക്കെ വെക്കുന്ന. ഇത് അതിന്റെ വലിയത്. ഇത് കണ്ടോ? അങ്ങനെ 3 ചീനിച്ചട്ടി ഇനിയും ഞാൻ മേടിക്കും, 2 എണ്ണം കൂടെ. എന്തിനാന്ന് പറ, എനിക്ക് ചീനിച്ചട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഇത് ഞാൻ എണ്ണക്കറിയൊന്നും പറ്റിക്കുകയല്ല, നല്ല ഭംഗിയായിട്ട് തേച്ച് വെക്കും. നല്ല ഭംഗിയായിട്ട് തേച്ച് കഴുകി വൃത്തിച്ച് വെക്കും. പിന്നെ ചീനിച്ചട്ടി എല്ലാം കണ്ടല്ലോ. എന്നിട്ട് അങ്ങനെ ചീനിച്ചട്ടി എല്ലാം കണ്ടല്ലോ. പിന്നെ മുരിങ്ങ പൂത്തിട്ടുണ്ട് കേട്ടോ, അതും ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയില്. ഇവളുടെ ഒരു ഒച്ച മുട്ടയിടാനായിട്ടാ. രാവിലെ എന്നാ ഒച്ചപ്പാടാന്നറിയാം എല്ലാരും കൂടെ മുട്ടയിടാൻ. ഇട്ടാലും ഒച്ചപ്പാട്, മുട്ട ഇട്ടില്ലല്ലോ ഒച്ചപ്പാട്. അതാ ഞാനേ മുരിങ്ങാല വെക്കുക. ഇച്ചിരി മുരിങ്ങാല മെഴുക്കുവരട്ടി വെക്കാനാ, അതുകൊണ്ട് മുരിങ്ങാല വെക്കുക. എന്നിട്ട് ഇന്നലെ ഒരു ചേച്ചിമാര് പറഞ്ഞേ, വീഡിയോ എടുക്കാനും അറിയത്തില്ല, യൂട്യൂബ് തുടങ്ങാനും അറിയത്തില്ല, യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ട് കൊടുക്കാനും അറിയത്തില്ലെന്ന് കേട്ടോ. പക്ഷെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് വരണം, എനിക്കറിയാം യൂട്യൂബ് തുടങ്ങുന്ന എങ്ങനെയാ, വീഡിയോ ഇടുന്ന എങ്ങനെയാ, എഡിറ്റിങ് എങ്ങനെയാന്നല്ല എനിക്കറിയാം, ഞാൻ പഠിപ്പിക്കാം. അല്ലെങ്കിൽ ടീച്ചർമാർ അടുത്തിരുന്ന്, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചില്ലേ, തറ പറ പന അങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ എഡിറ്റിങ്ങും പിന്നെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും പിന്നെ യൂട്യൂബിനകത്ത് ഇട്ട് കൊടുക്കലും ഒക്കെ അങ്ങനെ പഠിക്കേണ്ടി വരും. ടീച്ചർമാർ കുത്തിയിരുന്ന് പഠിപ്പിക്കുന്ന പോലെ. അന്നേരം നിങ്ങൾ അടുത്തുള്ള, മൊബൈലിനെ പറ്റി എല്ലാം അറിയാവുന്ന അടുത്തുള്ള പിള്ളേരോട് പറയണം അത് ചെയ്തു തരാൻ. അതേ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വാ, ഞാനത് എല്ലാവർക്കും യൂട്യൂബ് തുടങ്ങാൻ കാണിച്ചും തരാം. നിങ്ങളൊരു ക്യാങ്ങായിട്ടിങ്ങ പോരെ, ഒരു വണ്ടിയും വിളിച്ച് നമുക്കിവിടെ യൂട്യൂബ് തുടങ്ങുന്ന എങ്ങനെയാന്നൊക്കെ പഠിച്ചിട്ട് നമുക്കങ്ങ് പോകാം, ചോറൊക്കെ കൊണ്ടിട്ട് പോകാം. എന്നിട്ട് നിങ്ങൾ വരുന്ന ദിവസവും ഞാൻ മുരിങ്ങയിലൊക്കെ വെച്ച് തരാം. മുരിങ്ങയില വെച്ച് തരാം, പിന്നെ ചക്കക്കുരു തോരൻ വെച്ച് തരാം, പിന്നെ എന്നതാ, ചിക്കൻ വേണമെങ്കിൽ മേടിക്കാം. നിങ്ങൾ ചിക്കൻ്റെ ആളാണെങ്കിൽ ചിക്കൻ മേടിക്കാം. പിന്നെ കപ്പ വേവിക്കാം. അങ്ങനെ ഒരു ക്യാങ്ങായിട്ട് ഇങ്ങ് പോരെ. ഞാൻ ഒത്തിരി ദിവസം ഇവിടെ കാണുകയല്ല കേട്ടോ, ഞാൻ പോകും. നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകാനായിട്ട് സാധനങ്ങൾ പെറുക്കുക. അന്നേരം ഞങ്ങൾ പോകും. അന്നേരം നിങ്ങളിങ്ങ് പോരെ. അന്നേരം ഞാനെല്ലാം പഠിപ്പിച്ചു തരാം. പിന്നെയില്ലേ, അതെല്ലാം പോട്ടെ, യൂട്യൂബ് പറഞ്ഞു തരണമല്ലോ പഠിക്കണമെങ്കിൽ. ഇനി അതെല്ലാം പോട്ടെ, വേറൊരു കാര്യം പറയട്ടെ. അപകടങ്ങളും മരണങ്ങളും വരുമ്പോ പ്രകൃതി കാണിക്കുന്ന സൂചന എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ബാക്കി പറയട്ടെ. അന്നേരം നമ്മുടെ പറയാതെ ഞാൻ ഇതൊന്ന് എല്ലാം അടർത്തിയിട്ടിട്ട് ഇപ്പൊ പറയാം. എനിക്ക് ഇച്ചിരി സ്വസ്ഥത തരാവോ, ഇച്ചിരി സമാധാനം തരാവോ? പറയട്ടെ. എന്നിട്ട് നമ്മുടെ വീടിന്റെ അടുത്തില്ല, ഇവിടെ ഒരു ചേട്ടൻ സ്റ്റോക്ക് വന്നിട്ട് തളർന്നുപോയി, ഒരു വശം തളർന്നുപോയി. എന്നിട്ട് ആ ചേട്ടന് മരിക്കുന്ന ദിവസം 5 മണി, വൈകുന്നേരം 5 മണി ആയപ്പം ആ ചേട്ടന് വർത്താനം പറയത്തില്ല, പക്ഷെ നമ്മൾ എന്നാ പറഞ്ഞാലും മനസ്സിലാവുകയും ചെയ്യും. നമ്മളെ ഇങ്ങനെ കൈ വീശി കാണിക്കും, അങ്ങനെ സ്നേഹം കൊണ്ട്. അന്നേരം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ അന്നേരം ഈ കപ്പ വേവിച്ചു, മീൻകറി എന്തെങ്കിലും വെച്ചാൽ ഞാൻ ആ ചേച്ചിയുടെ കൈ കൊടുക്കും. ആ ചേട്ടന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ആ ചേട്ടന് ഭയങ്കര ഇഷ്ടം കേട്ടോ, എരിവുള്ള മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ചേട്ടൻ എന്നെ ഇങ്ങനെ കൈ വീശി കാണിക്കും. അന്ന് മരിച്ച ദിവസവും 5 മണി ആയപ്പോൾ ഈ ചേട്ടൻ എന്നെ ഇങ്ങനെ കൈ വീശി കാണിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, കുളിയെല്ലാം കഴിഞ്ഞോന്ന്? കഴിഞ്ഞെന്ന് പറഞ്ഞു. കുളിയെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ ആ ചേട്ടൻ അന്ന് നേരത്തെ
മരുന്നൊക്കെ കഴിച്ച് നേരത്തെ തന്നെ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മോന് അന്ന് 9 മണിയായപ്പോ, രാത്രി 9 മണിയായപ്പോ പണിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആണെങ്കിൽ അതിലപ്പുറം വിഷമമായിരുന്നു. എന്നാന്നോ, അവന്റെ കൂട്ടുകാരൻ ഒരു ചെറുക്കൻ തൂങ്ങി മരിച്ചു. എന്നാ കാരണമെന്ന് ചോദിച്ചപ്പോ ഇവൻ അന്നേരം വന്നതേ തല്ലി അലച്ചോണ്ടാ എൻ്റെ അമ്മ, എൻ്റെ കൂട്ടുകാരൻ ഒരാൾ തൂങ്ങി മരിച്ചു, എന്നാ കാരണമെന്ന് ചോദിച്ചപ്പോ സ്നേഹിച്ച പെണ്ണ് ഉടക്കുണ്ടാക്കിയതാന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഭയങ്കര വിഷമായിരുന്നു അന്ന്, മൂത്ത മോന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവനോട് കുളിക്കാൻ പറഞ്ഞ അവൻ കുളിച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. മോൻ ഇന്നലെ വന്നു കേട്ടോ, ഇന്നലെ വന്നു. അപ്പം വള്ളിച്ചിറക്ക് പോയിരിക്കുക വീട് കാണാൻ. പിന്നെ പണിക്കും പോയി കേട്ടോ, വള്ളിച്ചിറ പോയിട്ട് പണിക്ക് പോയി. എന്നിട്ട് ഇവനിങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ സമാധാനിപ്പിച്ചു. ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റും, തൂങ്ങി മരണമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധി തോന്നി ചെയ്യുന്നതല്ലേ. അല്ല സ്നേഹിക്കുന്ന പിള്ളേരൊക്കെ പറഞ്ഞെന്നോർത്തോ ആരെങ്കിലും തൂങ്ങി മരിക്കുവോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നോർത്തോണ്ടോ. അന്നേരം ഈ തൂങ്ങി മരണമെന്നൊക്കെ പറഞ്ഞ പിശാചിന്റെ ഒരു കളിയാ അല്ലേ. നമുക്ക് ദൈവഭക്തി ഇല്ലാത്തതിന്റെ ഒരു കളിയാ തൂങ്ങി മരണം. ദൈവഭക്തി ഉണ്ടെങ്കിൽ ആരും തൂങ്ങി മരിക്കല. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിനോട് പറയണം, മനുഷ്യരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് പാവം ചേച്ചി വിഷമിക്കല്ലേ, അല്ല ചേച്ചി കരയല്ലേ, ഇങ്ങനെയൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ വിഷമം ദൈവത്തിനോട് പറയണം. അങ്ങനെ ദൈവഭക്തി ഉള്ളവർക്ക് മാത്രമേ ഈ ദുർചിന്തന വരാതിരിക്കുള്ളൂ. അങ്ങനെയൊക്കെ എനിക്ക് അതൊക്കെ വിശ്വാസമില്ല. ഈ വേദപാഠം പഠിച്ച പിള്ളേരില്ല ക്രിസ്ത്യാനികള്, അവരൊന്നും ഇങ്ങനെ തൂങ്ങി മരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുമില്ല ഇത്രയും വർഷത്തിനോടടുത്ത്. അന്നേരം നമുക്ക് എപ്പോഴും ദൈവഭക്തി വേണം, ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചിരിക്കണം. എന്നിട്ട് പിന്നെ നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണം. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക, കിടക്കാൻ നേരം പ്രാർത്ഥിക്കുക, കുരിശു വരയ്ക്കുക കൃത്യമായിട്ട്, അങ്ങനെയൊക്കെ. അന്നേരം നമുക്ക് ദുർചിന്തനയൊന്നും വരില്ലല്ലോ. ആ ചെറുക്കൻ തൂങ്ങി മരിച്ചു കേട്ടോ. എന്നിട്ട് ആ ചെറുക്കന് തൂങ്ങി മരിച്ചപ്പം പലരും പല അഭിപ്രായങ്ങളാ പറയുന്നത്. ഓരോരുത്തരും ഓരോരോ തരത്തിലെ വർത്താനം പറയുന്നത്. ഒന്ന്, സ്നേഹിക്കുന്ന പെണ്ണ് വഴക്കുണ്ടാക്കിയിരുന്നു. 2, പെറ്റതള്ളക്ക് മകൻ കൊണ്ടേ കൊടുക്കുന്ന പണം പോരാഞ്ഞിട്ട് പെറ്റതള്ളക്ക് അങ്ങോട്ട് പണം കൂടിപ്പോയിട്ട്, പൈസ കൂടിപ്പോയിട്ട് ഭയങ്കര അങ്ങോട്ട് ആർഭാടമാക്കി ജീവിതം, അങ്ങനെ എന്നൊക്കെ പറയുന്നു. നമുക്കറിയത്തില്ല കേട്ടോ, നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അവരെ. അങ്ങനെ പറയുന്നു. അങ്ങനെ മൂത്ത മോൻ ഭയങ്കര വിഷമിച്ച അന്ന് വന്ന് കുളിയും കഴിഞ്ഞു. അവൻ ചോറും ഉണ്ട്, അവന് ചോറും കൊടുത്ത് അവൻ കിടന്നു. എന്നിട്ട് ഞാൻ 10:30 ആയപ്പോൾ ഞാനും കിടന്നു കേട്ടോ. എൻ്റെ പൊന്നെ, 12 മണി ആയപ്പം നമ്മുടെ ഈ വീടില്ല, അപ്പുറത്ത് നമ്മൾ കോഴിക്കൂട് വെച്ചിട്ടില്ല, അപ്പുറത്ത് സൈഡ് നിങ്ങൾ കണ്ടോ എൻ്റെ കോഴിക്കൂട് ഇരിക്കുന്ന സ്ഥലം. ഈ വീടിന്റെ പുറകെ കൂടെ കാലമർത്തി ചവിട്ടി നമുക്ക് ഇവിടെ മിറ്റിലല്ലേ, അന്നേരം ഈ മിറ്റിലെ കൂടെ കാല് അമർത്തി ചവിട്ടി ആരോ നടക്കുന്നു. അതും 2-3 പേര്, ഒരാളല്ല 2-3 പേര്. ഞാൻ ഇങ്ങനെ കാണുക. ഓർക്കുന്നതാണോ, ഒറിജിനൽ അത് നടന്നതാണോ, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയാണോ? ഇനിയിപ്പോ ഈ തൂങ്ങി മരിച്ച കൊച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല എൻ്റെ മോൻ, അതുകൊണ്ട് എനിക്ക് തോന്നിയതാണോ എന്നറിയത്തില്ല. എന്നാണെങ്കിലും ഞാനിതൊക്കെ ഇങ്ങനെ കേൾക്കുക. മുറ്റത്തൂടെ ആരോ ചറപറ നടക്കുന്നു, അതുപോലെ തന്നെ മുറ്റത്ത് കാലമർത്തി ചവിട്ടുന്നു. അന്നേരം പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ കാരണവന്മാര് പറയും, ഈ മരിക്കുന്നവരെ കൊണ്ടുപോകാനായിട്ട് കാലൻ കയറുമായിട്ട് വരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ല? ഞാൻ കേട്ടിട്ടുണ്ട്. വയസ്സായവര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മരിച്ചവർക്ക് അറിയാന്നാ പറയുന്നത് ഈ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്നത്. അന്നേരം ഞാൻ എൻ്റെ അമ്മയും
പിന്നെ വയസ്സായവര് പറയുന്നത് കേട്ടിട്ടുണ്ട്, കാലം കയറുമായിട്ട് വരുന്ന ഒച്ചയാതെന്ന്. അങ്ങനെ എൻ്റെ പൊന്നെ ഞാനിങ്ങനെ കേൾക്കുക, നമ്മുടെ മിറ്റിൽ ചവിട്ടി ചവിട്ടി പറിച്ച് നടക്കുക. എൻ്റെ പൊന്നു ദൈവമേ, ഞാൻ കേട്ടത് നേരാണോ, പിന്നെ എനിക്ക് തോന്നിയതാണോ, പിന്നെ എൻ്റെ പേടിയും കൊണ്ട് ഒരു കൊച്ചു തൂങ്ങി മരിച്ചില്ലേ, നമ്മുടെ കൂട്ടുകാരൻ മോൻ്റെ. അന്നേരം ഈ കൊച്ചു തൂങ്ങി മരിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണോ ഒന്നും അറിയത്തില്ല. എന്നതാണേലും 12 ആയപ്പോൾ ആ ഒച്ച കേട്ടു. 10 മിനിറ്റ് കഴിഞ്ഞപ്പം ആ ചേട്ടൻ്റെ ചേച്ചി എന്നെ വിളിച്ചു, ശ്വാസം കിട്ടാതെ. ലതേ 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 എന്ന് പറഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ വിളിച്ചപ്പോൾ ഇല്ലേ, ഞാൻ കേട്ടില്ല. കാരണം ശ്വാസം പുറത്തോട്ട് വരുന്നില്ലല്ലോ ആ ചേച്ചിക്ക്. ഞാൻ കേട്ടില്ല. എന്നിട്ടില്ലേ, ആ ചേച്ചി നിലത്ത് കിടക്കുന്ന കല്ല് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കല്ല് തപ്പിയെടുത്തു. പാവം ഭർത്താവ് മരിക്കാനായിട്ട് ശ്വാസം വിടുന്ന സമയത്ത് ആരും തൊട്ടടുത്തില്ലല്ലോന്നേ. അന്നേരം ആ ചേച്ചി പെട്ടെന്ന് തന്നെ നിലത്തൂടെ തപ്പിയിട്ട് കല്ലോ ഓടിന്റെ കഷ്ണം, ഓടിന്റെ കഷ്ണവും ടൈലിന്റെ കഷ്ണവും എന്തോ വെച്ച് നമ്മുടെ കോഴിക്കൂടിനിട്ട് എറിഞ്ഞു. നമ്മുടെ കോഴിക്കൂടയിലേക്ക് എറിഞ്ഞു, കല്ല് വെച്ച് എറിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഷീറ്റ് പടപടാന്ന് കല്ല് വീഴുന്നു. ഞാൻ നോക്കിയപ്പം, എന്നിട്ട് ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ ഒറ്റ ചാട്ടത്തിന് എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ഞാൻ ജനലിൽ കൂടെ, ഒരു ജനൽപ്പാട അകലേ ഉള്ളൂ നമുക്ക് അപ്പുറത്തെ കിടപ്പുമുറിയിൽ, അവരെ കാണാം. ഞാൻ ചോദിച്ചു, എന്നാ ചേച്ചി എന്ന് ഞാൻ ചോദിച്ചു. രഥയ ഓടിവാ ചേട്ടൻ മിണ്ടുന്നില്ലെന്ന്. ഞാൻ എൻ്റെ പൊന്നു ചേച്ചിമാരെ, ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ പിള്ളേരെ എല്ലാം, എൻ്റെ 2 മക്കളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ വിളിച്ചു, എടാ ഓടി വാടാ, അപ്പുറത്തെ ചേട്ടൻ മിണ്ടുന്നില്ല ഒന്നും പറഞ്ഞു, ഓടി വാന്ന് പറഞ്ഞു. എൻ്റെ 12 മണി രാത്രിയായപ്പം പിള്ളേര് എവിടുന്നാ വന്നേന്ന് പോലും അറിയത്തില്ല, ഏത് മുറിയുന്നാ ഏത് ഭാഗത്തുനിന്നാ വന്നതെന്ന് അറിയത്തില്ല. 2 പേരും ഹാളില് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗേറ്റ് തുറക്കാൻ നോക്കിയില്ല. ഇവര് മതിൽ ചാടി അവരുടെ വീട്ടിലേക്ക്, ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി, മതിൽ ചാടി. അങ്ങനെയൊക്കെ ചെയ്യും. കാരണം എൻ്റെ ഇളയ മോനാണെങ്കിൽ ഒരു തൂങ്ങി നിന്ന് ജീവൻ ലാസ്റ്റ് പോകാറാകുകയല്ലേ, അങ്ങനെ തൂങ്ങി നിന്ന് ഒരാളെ എൻ്റെ ഇളയ മോന് വീടിന്റെ ഓട് പൊളിച്ച് ഇറങ്ങി രക്ഷിക്കാൻ നോക്കിയതാ എൻ്റെ ഇളയ മോന്. അവന് അത്രയും ധൈര്യമുണ്ട് കേട്ടോ. അവനൊന്നും കണ്ണിന് പറ്റാത്തൊന്നും അവൻ കണ്ടു നിൽക്കില്ല. അവൻ അന്നേരം രക്ഷിക്കുന്ന ഒരു സ്വഭാവം അവനുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ രക്ഷകനാ അവന്. ആർക്കെന്നാ വന്നാലും രക്ഷിക്കും. അമ്മച്ചമ്മയ്ക്ക് പനി വന്നാലും അതെ, ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നാലും അതെ, കണ്ടു നിൽക്കുന്ന ആർക്കെന്നാ വന്നാലും അവൻ രക്ഷിക്കും. അങ്ങനെ ഒരാളാട്ടോ അവൻ. അന്നേരം അവൻ മതില് ചാടി. എൻ്റെ 2 പിള്ളേരും അവിടെ എത്തി, ഈ ചേട്ടൻ്റെ അടുത്ത് എത്തി. അന്നേരം ഈ ചേച്ചി ഭയങ്കര കരച്ചില, എൻ്റെ മോനെ പൾസ് കിട്ടുന്നില്ല മോനെ, കയ്യെ പൾസ് കിട്ടുന്നില്ല മോനെ എന്ന് പറഞ്ഞിട്ട് ഈ ചേച്ചി ഭയങ്കര കരച്ചില. നോക്കിയപ്പോ ഇല്ലേ, ആള് പോയി. നമ്മളവിടെ ചെന്നപ്പത്തേനും ഇല്ലേ, ആള് പോയി. അങ്ങനെ മരിച്ചടക്കേ അതെന്നാ ഞാനേ നോക്കുമായിരുന്നു. കാക്ക മുട്ട എടുക്കാൻ വരുന്നുണ്ടെന്നേ. കാക്കയ്ക്ക് ഒരു ദിവസം എത്ര മുട്ട വേണമെന്നറിയാവോ? 1 ഇഞ്ച് ഒരു തരി മാറിപ്പോയ അന്നേരം മുട്ടയായിട്ട് നടക്കും. എന്നിട്ടില്ലേ, ഈ ചേട്ടന്റെ അടക്കെല്ലാം കഴിഞ്ഞു. ചേച്ചി സമാധാനമായിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ ഈ ചേച്ചി ഇരുന്നപ്പോ ഇല്ലേ, ഞാൻ ചോദിച്ചു ഈ ചേച്ചിയോട്, ചേച്ചി ചേട്ടൻ മരിക്കാറായപ്പം ചേച്ചിക്ക് എന്തെങ്കിലും തോന്നിയോന്ന് ചോദിച്ചു. ദൈവമേ, ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്ത പോലെ, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച പോലെ, അല്ലെങ്കിൽ ഞാൻ കേട്ട പോലെ ആ ചേച്ചിയും കേട്ടു. എൻ്റെ ലതേ, ആരാണ്ടൊക്കെ മിറ്റലെല്ലാം ചവിട്ടി പറിച്ചു പെരക്കകത്തേക്ക് കേറി വരുന്ന പോലെ എനിക്ക് ഒച്ച കേട്ടില്ലതേ. അന്നേരത്തേനും ഇവിടെ ചേട്ടൻ്റെ ജീവൻ ശ്വാസം പോകാറുമായി. അന്നേരത്തേനും അങ്ങനത്തെ ഒച്ച കേട്ടില്ലതേ. അതൊക്കെ ഉള്ളതാ, സത്യമാണ് അതൊക്കെ. എന്നുവെച്ചാ പണ്ടത്തെ ഇതൊക്കെ. പക്ഷെ നമുക്കറിയത്തില്ല കേട്ടോ സത്യമാണോന്ന്. ഞാൻ സത്യമാണെന്ന് ഓർത്തോണ്ടല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ
അനുഭവങ്ങള് അല്ലെ നിങ്ങളുടെ അമ്മമാര് അല്ലെ മുത്തശ്ശിമാര് ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മള് കമന്റിലൂടെ പറഞ്ഞേക്കല്ലോ ചേച്ചി അത് കേട്ടു ഇത് കേട്ടു. പക്ഷെ അങ്ങനെ കാരണവന്മാര് പറയുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. കാരണം തോന്നലാണോന്ന് അറിയത്തില്ല. മരിക്കാൻ നേരത്ത് എൻ്റെ അമ്മയുടെ അമ്മ മരിക്കാൻ കിടക്കുമ്പോ എപ്പോഴും എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറയുമായിരുന്നു, ആണ്ടെ ആ വാതുക്കൽ ആരോ നിപ്പുണ്ട്, ആ വാതുക്കൽ ആരോ നിപ്പുണ്ട്, ഓടിച്ചു വിടടി ഓടിച്ചു വിടടി ഓടിച്ചു വിടടി എന്ന് പറയും. അങ്ങനെ പറയും. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് എൻ്റെ അമ്മ പറയുക. അന്നേരം നമുക്ക് അതിൻ്റെ ഒരു ശാസ്ത്രവശം അറിയത്തില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഒന്നും ഒരു ശാസ്ത്രവശം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്കിത് എന്നതാന്ന് പറയാനും അറിയത്തില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ അപ്പുറത്തെ ചേട്ടൻ മരിച്ചപ്പം ജീവൻ പോകാറായപ്പം 5 മിനിറ്റിന് മുമ്പ് ഞാനിങ്ങനെ കേട്ടെന്ന്. അന്നേരം പുള്ളി പറയാ, നീ നിന്റെ പണി നോക്കാൻ അങ്ങനെ ഒന്നും ഇല്ലെന്ന് എന്നോട് പറഞ്ഞു. നീ നിന്റെ പണി നോക്കടി, അങ്ങനെ ഒന്നും ഈ ലോകത്തില്ലെന്ന്. ആത്മാവ് പോയി വന്നു അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ആത്മാവ് ആദ്യം ചെന്നു, അങ്ങനെ ഒന്നും ഇല്ലടി എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാനും പോയിട്ടില്ല. പക്ഷെ ഉണ്ടല്ലോ, ആ ചേച്ചിയൊക്കെ പറയുന്നില്ല, ആ ചേച്ചി പറയുന്ന ഇതൊക്കെ ഉണ്ടെന്നാ. ആ ചേച്ചി കേട്ടു എന്നാ പറഞ്ഞേ. ആ ചേച്ചിയുടെ ഭർത്താവിന്റെ ജീവൻ പോകാൻ നേരത്തെ ആ ചേച്ചി കേട്ടെന്നാ പറഞ്ഞത്. ആൾക്കാര് 2-3 പേര് ചവിട്ടി തുള്ളി പെട്ടെന്ന് പെരക്കകത്തേക്ക് കയറുന്നതായിട്ട് ആ ചേച്ചിക്ക് തോന്നിയെന്ന് പറഞ്ഞു. ആ ചേച്ചിയുടെ കയ്യും കാലും വറച്ചിട്ട് ആ ചേച്ചിക്ക് മിണ്ടത്തില്ലെന്നും എന്നോട് പറഞ്ഞു. എൻ്റെ കയ്യും കാലും വറച്ചിട്ട് എനിക്ക് മിണ്ടത്തുമില്ല, ചേട്ടന് ശ്വാസവും കിട്ടുന്നില്ല, മിണ്ടത്തുമില്ലെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളതാണോ? ഉണ്ടോ? അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. കാരണവന്മാരൊക്കെ പറഞ്ഞ് കഥ കേട്ടിട്ടുണ്ടെങ്കിൽ പറയണം. പിന്നെ ഇല്ലേ, എപ്പോഴും ഉണ്ടല്ലോ ഈ പ്രേതകഥയും പിശാചിന്റെ കഥയും പറഞ്ഞാൽ മാത്രം പോരാ, കാര്യങ്ങളും കൂടെ പറയണം. എന്നാ കറി വെച്ചെന്ന് പറയണം. ഞാൻ എൻ്റെ കറി പറയട്ടെ. മുരിങ്ങാല മെഴുക്കുവരട്ടി, ചക്കക്കുരു ചക്കക്കുരു അമ്മ അപ്പുറത്തുണ്ട്, പാൽച്ചായ കുടിക്കുക. ചക്കക്കുരു തോരൻ, പിന്നെ ഉണക്കമീൻ. ഇന്നലെ ഉണക്കമീൻ കൊണ്ടുവന്നു, നങ്ക്, വലിയ നങ്ക കൊണ്ടുവന്നു, അത് വറക്കും. പിന്നെ ചിക്കൻ്റെയും പോത്തിന്റെ ആടിന്റെ ആവശ്യം ഉണ്ടോ? നമുക്ക് ഇറച്ചിയുടെ മീൻ്റെ ആവശ്യം ഉണ്ടോ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഞാൻ വെക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ മുരിങ്ങയിലയൊക്കെ മെഴുക്കുവരട്ടി വെച്ച്, ചക്കക്കുരു തോരൻ വെച്ച്, ഉണക്കമീൻ അച്ചാറ് എല്ലാം വെച്ച് എന്നാ കഴിക്കുമ്പോൾ എന്നാ ടേസ്റ്റാണെന്നറിയാമോ? അതുകൊണ്ട് എനിക്ക് ഇതൊക്കെയാ കറി. നിങ്ങൾക്കും എല്ലാ കറിയെന്ന് പറയണേ, പറയുവോ? പിന്നെ പാല പൂത്താല് പാലയിൽ യക്ഷിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ആ പാലയ്ക്കുണ്ട്, യക്ഷിയുടെ ശക്തി ഉണ്ടെന്നാ പറയുന്നത്. അത് ഞാൻ കഥ നാളെ പറയാം. പാല പൂത്താൽ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയും കേട്ടോ. വാത കൂടിയതാ, പാലേന്ന് യക്ഷി ഇറങ്ങിയതാ, വാത കൂടിയതാ എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ നാട്ടിലൊക്കെ പറയും, ഇങ്ങോട്ടൊക്കെ പറയും, പണ്ട് പറയും. ഇപ്പം അതാരും വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷെ വിശ്വസിക്കുന്നവരും ഉണ്ട്. പിന്നെ ഞങ്ങള് പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ജീവിതത്തില്. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. കുറെ നമ്മള് നമ്മുടെ മുഖലക്ഷണം നോക്കി പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഓരോരോ കാര്യങ്ങളും ഉണ്ട്. കേട്ടു അമ്മേ? ഏത് ചേട്ടനാ? അത് അമ്മയോട് പറ എടുത്തു തരാൻ. അന്നേരം ഇല്ല, അമ്മയോട് പറ എടുത്തു തരാൻ. അത് കഴിഞ്ഞ് പിന്നെ അന്നേരം ഇല്ല ചേട്ടാ, മൂത്ത മോന് ഇവിടെ ഉണ്ടായിരുന്നേ. അവന് പാലാക്ക് പോയി.
ഒരു 10 മിനിറ്റ് മുമ്പ് മോൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ വന്നേനെ എന്നാ അമ്മയോട് എടുത്തു വരാൻ പറ. അമ്മയോട് എടുത്തു വരാൻ പറ. അതും ഇതുമല്ല വേണ്ടാത്ത അമ്മേനെ വിളിക്ക്, എന്നിട്ട് എടുത്തു വരാൻ പറ. പക്ഷെ മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നു. അവന്റെ ആയിരുന്നേ AC-യുടെ പഴയ സാധനങ്ങളൊക്കെ. അന്നേരം അവനങ്ങ് തരുവാണെങ്കിൽ പിന്നെ നമുക്ക് എന്റെ ദൈവമേ. ഞാൻ അല്ല ചേട്ടന്റെ നമ്പർ ഇങ്ങ് തന്നേരെ. നമ്പർ അമ്മയുടെ കൈ കൊടുത്തേരാ. അപ്പുറത്ത് അമ്മയുടെ കൈ കൊടുത്തേരാ. എന്നാ മോൻ വന്നിട്ട് ഞാൻ ചേട്ടനെ വിളിക്കാം. ചേട്ടാ ഇങ്ങോട്ട് വാ, മോൻ വന്നെന്ന് പറയാം. അങ്ങനെ അന്നേരം നമ്മൾ പോവുമല്ലേ. അന്നേരം പഴയ സാധനങ്ങളൊക്കെ നമ്മൾ ആക്രി കൊടുത്തേക്കാലോ എന്ന് ഓർത്ത. അന്നേരം മോനെ അറിയത്തുള്ളൂ ആക്രി എന്നതൊക്കെ. അവന്റെ AC-യുടെ സാധനങ്ങളും ഫ്രിഡ്ജിന്റെ അതും ഇതുമൊക്കെ പഴയ സാധനങ്ങൾ എന്നൊക്കെ ഇവിടെ ഇരിക്കുന്നതെന്ന് അവനെ അറിയത്തുള്ളൂ. അതൊക്കെ നമ്മൾ ആക്രിക്കാർക്ക് കൊടുത്തേക്കാം. അല്ലെങ്കിൽ അതെല്ലാം ചുമന്നോട്ട് നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോകേണ്ടി വരികയല്ലേ. പിന്നെ അവിടെയും കുളമാകും. ഇതിപ്പോ എവിടെയും കുളമാക്കണ്ട. പുതിയ വീടായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ മേലെ. അന്നേരം പഴയ സാധനങ്ങളെല്ലാം ഞാൻ കൊടുക്കും. എനിക്ക് ഏറ്റവും അരിശം പഴയ സാധനങ്ങൾ സൂക്ഷിച്ച് എലിയും കൂട് വെച്ച് എലി കൂട് വെക്കും. പഴയ സാധനങ്ങൾ സൂക്ഷിച്ച എലി കൂട് വെച്ച എലിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, കൂട് വെക്കും. എന്നിട്ട് ഞാനില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇല്ലേ, ഞാൻ അണ്ണാൻകൂട് കണ്ടിട്ടുണ്ട്. ചക്കാമ്പഴ വീട്ടിലുണ്ടല്ലോ അണ്ണാൻകൂടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇല്ലേ, അവിടെ ഞാൻ പോകുമ്പം അണ്ണാൻകുഞ്ഞിനെ കൊണ്ടുവന്ന് ഞാൻ വളർത്തി കാണിക്കാം. വളർത്താം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞാൻ അണ്ണാനെ വളർത്താൻ വേണമെങ്കിൽ. എനിക്ക് പാപ്പുണ്ട് ഇവിടെ നോക്കാൻ. പിന്നെ എനിക്ക് പിന്നില്ലേ, മൂന്നാഴ്ചയല്ല 1 മാസം എനിക്ക് സമയമില്ല. 1 മാസം എന്നുവെച്ചാൽ പുതിയ വീട്ടിൽ ചെന്നാ ഇല്ലേ, ഒതുക്കിപ്പെറുക്കല്, അടുക്കിപ്പെറുക്കല്, അടിച്ച് വാരല്, പച്ചമണ്ണിന്റെ പരിപാടി ഒക്കെ ഒത്തിരി ജോലിയുണ്ട്. അന്നേരം ഞാനില്ല അവിടെ ചെല്ലുമ്പം ജോലി ചെയ്തോണ്ടേ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരും. ജോലി ചെയ്തോണ്ടേ വീഡിയോ ഇട്ട് തരും. അന്നേരം ഇല്ല, നമ്മുടെ അവിടുത്തെ കിണറ്റിൽ വെള്ളമില്ല. ഇന്ന് കിണറ് തേകുക. അന്നേരം ഇല്ലേ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അന്നേരം ഞാൻ വെക്കട്ടെ. പാൽച്ചായ കുടിക്കണം, മുരിങ്ങയില വെക്കണം, പാൽച്ചായ കുടിക്കണം, ചക്കക്കുരു മഞ്ഞ തോരൻ വെക്കണം. പിന്നെ ഇല്ലേ, ഉണക്കമ്മീൻ വറക്കണം. ഇന്നലെ ഉണക്കമ്മീൻ മേടിച്ചു. 3 കൂട്ടം ഉണക്കമ്മീൻ മേടിച്ചു. തെരണ്ടി, തലേക്കല്ലി എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടോ. തലേക്കല്ലി, പിന്നെ ഇല്ലേ, തെരണ്ടി, തലേക്കല്ലി, നങ്ക്. 3 കൂട്ടം മീൻ മേടിച്ചു. ഞാനിങ്ങനെ കറക്കി അരിയുവാണെങ്കിലും ഇല്ലേ, നിങ്ങളോടുണ്ടല്ലോ എനിക്ക് ആത്മാർത്ഥതയോടെ ആസ്വദിച്ച് വർത്താനം പറയണം. അതുകൊണ്ട് എല്ലാരും കാപ്പി കുടിക്കുക, കമന്റ് ഇടുക, എന്നാ കറിയെന്ന് പറയുക ഒക്കെ പറയണം. പറഞ്ഞു കഴിഞ്ഞാല് പറയണം. പിന്നില്ലേ നമ്മളെല്ലാരും ഇല്ലേ, എന്നാ ഒന്ന് കാണുന്ന, നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണുന്ന പറ. അറിയില്ല. ഞാൻ ഈ മുരിങ്ങയില മെഴുക്കൊട്ടി ഞാൻ 1 സബോള ഇട്ടു. മുരിങ്ങയിലക്ക് 1 സബോള ഇട്ട് വഴറ്റും. 1 സബോള കൊത്തി അരിഞ്ഞ് വഴറ്റും. എന്നിട്ടില്ലേ 2 വറ്റൽമുളകില്ലേ ഇടിച്ച് എണ്ണക്കകത്തിടും, ആ സബോളക്കകത്ത്. എന്നിട്ട് ഇത് ഉപ്പിട്ട് തട്ടിപ്പൊത്തി വെക്കും. എന്നിട്ട് ചൂടോടെ കൂട്ടും. എന്നാന്നോ, തണുത്തായ ഈ മുരിങ്ങയില കട്ടി പിടിക്കും. അതുകൊണ്ട് ചൂടോടെ കൂട്ടും. നേരം ഞാൻ വെക്കട്ടെ, പണിയുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങളും കൂടെ അടുക്കി പെറുക്കാനുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇല്ലേ
അമ്മേനെ വിട്ടില്ലേ, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് അമ്മേനെ വിട്ട് 15 ചാക്ക് ഞാൻ മേടിച്ചു വില കൊടുത്ത്. പ്ലാസ്റ്റിക് ചാക്ക് എന്നാന്നോ, നമ്മൾ ഈ ലുട്ടുകുടുക്ക് സാധനങ്ങളില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അത് ഇത് എല്ലാം, അങ്ങനെ ഈ ലുട്ടുകുടുക്ക് സാധനങ്ങളെല്ലാം പെറുക്കിയിട്ടുണ്ട് പോകാനായിട്ട് 15 ചാക്ക് മേടിച്ചു. അന്നേരം ഇത് എന്റെ ചീനിച്ചട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഇടണേ. വേണ്ട, ഒരെണ്ണക്കറ പോലും ഇല്ല, നല്ല ചീനിച്ചട്ടി. 3 ഉണ്ട്. ഇത് ഇനി ഞാൻ 2 ചീനിച്ചട്ടിയും കൂടെ മേടിക്കും. 2 കൂടെ മേടിക്കും. എനിക്ക് ചീനിച്ചട്ടി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് 2 വലിയ ഉരുളിയുണ്ട് ഇറച്ചി വെക്കുന്ന. കോഴി, പന്നി, പോത്ത് ഇതെല്ലാം വെക്കുന്ന 2 വലിയ ഉരുളിയുണ്ട്. അത് നാളെ കാണിക്കും. ടാറ്റ.